തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് വളപ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ 15 കോടിയോളം രൂപ ചെലവിൽ 3 നിലകളിലായാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. ടി.കെ. ഗോവിന്ദൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പ്രവൃത്തി വിലയിരുത്തി. അടുത്ത ജനുവരിയോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എം.എൽ.എ. പറഞ്ഞു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് തളിപ്പറമ്പിൽ റവന്യൂ ടവർ ഒരുങ്ങുന്നത്. താലൂക്ക് ഓഫീസ് കെട്ടിടത്തിനകത്തും മിനി സിവിൽ സ്റ്റേഷനിലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ പലതും പരിമിതികൾക്കുള്ളിലാണ്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പ്രയാസപ്പെടാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം റവന്യൂ ടവർ നിർമ്മാണം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1-ാം നിലയിൽ RDO ഓഫീസ്, DEO ഓഫീസ്, കോർട്ട് ഹാൾ, അഡ്വക്കേറ്റ് റൂം, മിനി കോൺഫറൻസ് ഹാൾ, മണൽ ഓഫീസ് എന്നിവയും ഗോഡൌൺ, 2-ാം നിലയിൽ ഇലക്ഷൻ താലൂക്ക് ഓഫീസ് എന്നിവയുമായിട്ടാണ് നിർമ്മാണം. ഗ്രൗണ്ട് ഫ്ലോറിൽ തളിപ്പറമ്പ് വില്ലേജ് ഓഫീസ്, റെക്കോർഡ് റൂം, പാർക്കിംഗ് സൗകര്യങ്ങൾ, ക്യാന്റീൻ തുടങ്ങിയവയും ഉണ്ടാകും. ടി.കെ. ഗോവിന്ദൻ എം.എൽ.എയും മറ്റു ഉദ്യോഗസ്ഥരും കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തി വൈകിയത്. ജനുവരിയോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എം.എൽ.എ. പറഞ്ഞു. ആഗസ്റ്റ് മാസമാണ് ഇതിന്റെ പീരീഡ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ചില പ്രശ്നങ്ങൾ, അതായത് അവരുടേതല്ലാത്ത നമ്മുടേതുമല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അതിന്റെ ഫലമായിട്ടാണ് അല്പം ഡിലേ ആയതായിട്ട് കോൺട്രാക്ടർ പറയുന്നത്. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കി ജനുവരി 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ കോൺട്രാക്ടർ വർക്ക് പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. റവന്യൂ ടവർ നിർമ്മാണം പൂർത്തിയായാൽ നിലവിലെ താലൂക്ക് ഓഫീസ് കെട്ടിടം പൈതൃക സ്വത്തായി സംരക്ഷിക്കും. തഹസിൽദാർ P. സജീവൻ, PWD എഞ്ചിനീയർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.